ഹായ് ഓൾ. അപ്പോൾ നമ്മുടെ കറണ്ട് അഫയേഴ്സ് 2026-25 വർഷത്തെ കറണ്ട് അഫയേഴ്സ് നമ്മളിങ്ങനെ ഒതുക്കി വരുമായിരുന്നു. പിന്നെ അതിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ ആദ്യത്തെ ക്ലാസ് നമ്മൾ സയൻസ് ആൻഡ് ടെക്കാണ് ചെയ്തത്. ഏതാണ്ട് 108ഓളം പേജുള്ള PDF നമ്മൾ വളരെ എളുപ്പത്തിൽ ഇനി ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ കിട്ടും എന്നുള്ള രീതിയിൽ ട്രിക്ക് കോഡ് വെച്ചാണ് മൊത്തം പറഞ്ഞത്. അപ്പോൾ അത് കണ്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ മുകളിൽ ലിങ്ക് കൊടുത്തേക്കാം. ഇന്ന് അതേപോലെ തന്നെ പാടുള്ള ഒരു ടോപ്പിക്കാണ് GA ടാഗ്. GA ടാഗും ഓർത്ത് വെക്കുക, അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റിൻ്റെയാണ് എന്ന് ഓർത്ത് വെക്കുക എന്നുള്ളത് കുറച്ച് പാടാണല്ലേ. അപ്പോൾ നമുക്കതും ഇതേപോലെ ട്രിക്ക് വെച്ച് പഠിച്ചാൽ എങ്ങനെ ഇരിക്കും, പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഇനി ഒരു ഇൻഡോലോഗസിൻ്റെ PDF എടുത്ത് നിങ്ങളത് വായിക്കാൻ എടുക്കുമ്പം പെട്ടെന്ന് നിങ്ങൾക്ക് ആ ഓപ്ഷൻ കാണുമ്പോൾ അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ആ ഒരു ക്ലൂ ഓർമ്മ വരും, ട്രിക്ക് ഓർമ്മ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെടുത്തിരിക്കുന്നത്. ഇൻഡോലോഗസ് ആകുമ്പോൾ ഒരുപാട് പേര് പഠിക്കാൻ എടുക്കുന്ന ഒരു PDF അല്ലേ, അതുകൊണ്ടാണ്. ബാക്കിയുള്ള PDF നമുക്ക് വഴിയെ എടുത്ത് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ GA ടാഗ് നോക്കാം. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഈ സൈഡിലത്തെ ബോക്സും കാര്യങ്ങളൊന്നും ഡീപ്പായിട്ട് ഞാൻ പറയാൻ നിൽക്കത്തില്ല, എങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുണ്ടെങ്കിൽ അതും കൂടെ പറഞ്ഞു പോകുന്നതായിരിക്കും. ഓക്കെ, ഫസ്റ്റ് പേജ് നമുക്ക് പിന്നെ വന്നിട്ട് കിട്ടുന്നുണ്ടോ നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ GA ടാഗ് ഇതൊക്കെ നിങ്ങളൊന്ന് വായിച്ചേക്കണം. ഇവിടെ ആക്ടിൻ്റെ വർഷം കൊടുത്തിട്ടുണ്ട്, കെയിം ഇൻറ്റു എഫക്റ്റ് ആയ വർഷമുണ്ട്, അതുപോലെ 10 വർഷമാണ് വാലിഡിറ്റി എന്നുള്ളവരൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബഗയ്യ സിൽക്ക് ഏത് സ്റ്റേറ്റിൽ നിന്നാണ് GA ടാഗ് കിട്ടിയതാണ്? ബഗയ്യ. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ജാർഖണ്ഡാണ്. അപ്പോൾ അതെങ്ങനെ ഓർത്ത് വെക്കും? ജാർഖണ്ഡ്. ഓക്കെ, ജാർ എന്ന് പറയുന്നത് ഒരു കണ്ടെയ്നർ അല്ലേ, അതുപോലെ താണ്ടേ ബഗയ്യ എന്നുള്ളതിനകത്തൊരു ബാഗ് ഉണ്ടല്ലോ, ബാഗ് ഒരു കണ്ടെയ്നർ അല്ലേ, അപ്പം സ്റ്റോറേജ് അല്ലേ. അപ്പം അങ്ങനെ ആലോചിക്കാമല്ലോ. ബഗയ്യ എന്നുള്ളത് കേൾക്കുമ്പോൾ ബാഗ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ജാർഖണ്ഡ്. ഓക്കെ ആണ്. ബാക്കി ഇതൊക്കെ നോക്കിക്കോണം. മുണ്ട ട്രൈബൊക്കെ നമുക്കറിയാം. ബഗയ്യ ഇപ്പോൾ നമ്മൾ പറഞ്ഞു. ഒരെണ്ണം കൂടെ ഉള്ളു, കുച്ച്. ഹിന്ദിയിൽ കുച്ചെന്ന് പറഞ്ഞാൽ കുറച്ചെന്നല്ലേ. ബാഗിനകത്ത് എന്തോ കൊള്ളാനല്ലേ, കുറച്ചല്ലേ ഉള്ളൂ. യെസ്, അങ്ങനെയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇപ്പോൾ ഇതിൻ്റെ ആൻസർ കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? ജസ്തൻ പത്താരി. ഇതിൻ്റെ ഈ GA ടാഗൊക്കെ ഓരോ സ്റ്റേറ്റിലായതുകൊണ്ട് ചിലപ്പോൾ അതിൻ്റെ ഒന്നും പ്രൊണൗൺസിയേഷൻ ഞാൻ പറയുന്ന പോലെ ആവണം നിർബന്ധമൊന്നുമില്ല. ഞാൻ അതിൻ്റെ ഒന്നും ഗൂഗിളിലൊന്നും നോക്കിയിട്ടില്ല, ജസ്റ്റ് എനിക്ക് വായിക്കാൻ പറ്റുന്ന പോലെ അങ്ങ് വായിച്ചു പോകുന്നു. അതൊക്കെ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, ജസ്തൻ പത്താരി അതെവിടുത്തെയാണ്, ഏത് സ്റ്റേറ്റിൻ്റെയാണ്? പത്താരി. അപ്പോൾ ഇതിൻ്റെ ഒരു ഇമേജ് കണ്ടില്ലേ, ഒരു വുഡൻ ഹാൻഡിക്രാഫ്റ്റാണ് ഇത്. നമ്മുടെയൊക്കെ പഴയ വീടുകളിലുള്ള പത്തായം ഉണ്ടല്ലോ, പത്തായത്തിൻ്റെ ഒരു സിമിലാരിറ്റി ഇല്ലേ ഇത്? ഒരു സ്വർണ്ണപ്പെട്ടിയാണെന്ന് തോന്നുന്നു, പക്ഷേ ഒരു ലാർജ് സ്കെയിലൊന്ന് ആലോചിച്ച് നോക്കിയേ, പത്തായത്തിൻ്റെ ഒരു ഇതില്ലേ. അപ്പോൾ അതെന്തിനാണ് പറഞ്ഞു കഴിഞ്ഞാൽ, പത്തായം എന്നുള്ളത് ഈ പത്താരി എന്നുള്ളതിനകത്തൊന്നും കിട്ടത്തില്ലേ, പത്താരി. അപ്പോൾ അതെന്താണ് ഐറ്റം എന്നുള്ളതും നമ്മുടെ മനസ്സിൽ നിൽക്കും. ഇനി നമുക്കത് ഏത് സ്റ്റേറ്റിലെയാണെന്നും കൂടെ വേണം. അപ്പോൾ പത്താരി എന്ന് കേൾക്കുമ്പോൾ ആ സാധനം ഒരു വുഡൻ ഹാൻഡിക്രാഫ്റ്റ് ആണ് എന്നുള്ളത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് പത്തായം പറഞ്ഞത്. ഇനി സ്റ്റേറ്റ് വേണം അല്ലേ. ഈ പത്തായത്തിൽ എലി വെട്ടി കിടക്കുന്നു, പത്തായത്തിൽ എലി അങ്ങനെ നിലയ്ക്കാവോ? പത്തായത്തിൽ എലി, എന്തിനാ എലി പറഞ്ഞേ? ഒരു റാറ്റിനെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ആൻസർ ഗുജറാത്ത്. ഓക്കെ അല്ലേ? ഗുജറാത്തിലെ റാറ്റിനെ ഇങ്ങ് എടുത്താൽ മതി, പത്തായമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കത് എല്ലാം കിട്ടും, സ്റ്റേറ്റും കിട്ടി, സാധനവും കിട്ടി, പേരും കിട്ടി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എൻ്റെ ആൻസർ ഞാൻ കാണിച്ചല്ലേ, പോട്ടെ. ഭവൻ ബൂട്ടി സാരി എവിടത്തെയാണെന്നാണ്, ഏത് ഡിസ്ട്രിക്റ്റിലെയാണെന്നാണ്. നമുക്ക് സ്റ്റേറ്റ് നോക്കാം. ഭവൻ ബൂതി സാരി, ഭവൻ ബൂതി. ഓക്കെ, BA ബാബു. നമുക്ക് കരിക്കൊക്കെ കണ്ടവർക്ക് ബാബു എന്ന് കേൾക്കുമ്പം ബാബു നമ്പൂതിരി അതാ സ്റ്റേറ്റ് കിട്ടാൻ വേണ്ടി പറഞ്ഞ കേട്ടോ. നളന്ദ. ചിലപ്പോൾ 1-2 തവണ ബാബു നമ്പൂരി എന്നൊക്കെ പറയുമ്പോൾ നളന്തയും കിട്ടിയാലോ. അപ്പോൾ ബാബു നമ്പൂരി നമ്മൾ ഒരു ബീഹാറി ആണെന്ന് ആലോചിക്കണം, ബീഹാറിക്കാരനാണ്, എന്നാലേ ഇത് കിട്ടൂ. അല്ലാതെ എനിക്ക് വേറെ കോഡൊന്നും കിട്ടിയില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ചിലപ്പോൾ അങ്ങനെ കിട്ടിയാലോ. ഭവൻ ബൂടി അല്ലെങ്കിൽ വേറെ നല്ല കോഡ് കിട്ടുവാണെങ്കിൽ പറഞ്ഞോ കേട്ടോ. ഓക്കെ, അപ്പോൾ അത് കിട്ടി. പിന്നെ അവിടുത്തെ 2 കൂടെ കൊടുത്തിട്ടുണ്ട്, പിടിയ ആൻഡ് പത്തർക്കട്ടി. ആ ഒരു വെബ് സീരീസിൽ ഓർമ്മയുണ്ടോ? പുള്ളിക്കാരൻ എന്തോ ചാക്കും കൊണ്ട് ബാബു നമ്പൂരി പണിയുണ്ടല്ലോ ഒരു പാട്ടൊക്കെ പാടിക്കൊണ്ട് ഒരു ബാഗും പിടിച്ചുകൊണ്ടാണ് പോകുന്നത് അല്ലേ, സൈറ്റിൽ പണിയുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പം നമുക്ക് ആ ബാഗിനകത്ത്, ആ ഒരു ചാക്കിനകത്ത് കല്ലാണ് എന്ന് വിചാരിക്കാം, പത്തർ കല്ല്. പത്തർ കട്ടിയും പിടിച്ച് കണ്ടോ, പിടിയ പത്തർ കട്ടിയും പിടിച്ചുകൊണ്ടാണ്
പാട്ട് പാടി പോകുന്നത്. അപ്പോൾ ആ മൂന്നും ബീഹാറിൽ അത് മൂന്നും അങ്ങ് കിട്ടിക്കോളും. ഓക്കെ, ബൈ പറഞ്ഞ് പോകുന്നതെന്ന് ആലോചിച്ചാൽ ബീഹാറും കിട്ടും. നെക്സ്റ്റ്. ഓക്കെ, ഇൻഡോറി മാൽവി പൊട്ടറ്റോ. അത് പേരിൽ നിന്നുണ്ട്, ഇൻഡോർ എന്നുള്ള പേരിൽ നിന്നുണ്ട്. മാൽവി എന്നുള്ളത് മറ്റേ മാൽവ പ്ലേറ്റും ഒക്കെ മധ്യപ്രദേശിലല്ലേ, അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് എടുക്കാമല്ലോ. അല്ലെങ്കിൽ തന്നെ ഇൻഡോറി എന്നുള്ള പേരിൽ നിന്ന് നമുക്ക് കിട്ടും. ഇനി എന്താണ് ഗരുഡു ട്യൂബർ ബലം കക്കടി. അത് രണ്ടും നോക്കി വെച്ചേക്കണം കേട്ടോ. ഗരുഡു ട്യൂബർ ബലം. ഇപ്പോൾ ഗരുഡൻ്റെ ബലം നമുക്ക് സാധാരണ നമ്മൾ മധ്യപ്രദേശ് ഞാൻ കണക്ട് ചെയ്യാറ് മദ്യം വെച്ചിട്ട് തന്നെയാണ്. ഒരു മദ്യമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗരുഡൻ്റെ ബലം കിട്ടുന്നു എന്നൊക്കെ ആലോചിക്കാൻ പറ്റുമോ? ഗരുഡൻ്റെ ബലം ഭയങ്കര ശക്തിയായിരിക്കും എന്നൊക്കെ ഒന്ന് ആലോചിച്ചാൽ മദ്യം കിട്ടിയാൽ അങ്ങനെ അതും കൂടെ കിട്ടും. അതുകൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ, നഗൗരി അശ്വഗന്ധ. അത് ആ സ്റ്റേറ്റ് കിട്ടാൻ എളുപ്പമാണ്. നഗൗരി എവിടുത്തെ സ്ഥലമാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് കിട്ടും. അത് രാജസ്ഥാനാണ്. രാജസ്ഥാനിലെ ഡിസ്ട്രിക്റ്റാണ് നഗൗർ എന്നുള്ളത്. അപ്പോൾ അതിൽ നിന്ന് അശ്വഗന്ധ എന്നുള്ളത് കിട്ടും. അടുത്തത് ചിലത് ഇതൊക്കെ അങ്ങനത്തെ ആണ് കേട്ടോ. നമുക്ക് ഓർത്ത് വെക്കാൻ പാടുള്ള അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ ഒരു ക്ലൂവും കിട്ടാത്തതായിരിക്കും ഞാൻ കൂടുതൽ ഇതുപോലെ കോഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. സ്റ്റേറ്റ് കിട്ടുന്നത് ഞാൻ അങ്ങനെ അങ്ങ് പറഞ്ഞു പോകത്തേ ഉള്ളൂ, ഫേമസ് ആയിട്ടുള്ള ഡിസ്ട്രിക്റ്റൊക്കെ ആണെങ്കിലേ. ഓക്കെ, കർബി ആങ്ലോങ് ഏത് സ്റ്റേറ്റിൻ്റെ ആണെന്നാണ് ചോദ്യം. ഇത് ഒരുപാട് എക്സാമിന് ഒരുപാട് പേർക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് കർബി ആങ്ലോങ്. അപ്പോൾ അത് എവിടുത്തെയാണ്? ആസാമിലെയാണ്. ആസാം. അതെങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും? ആസാം എന്നുള്ളത് ഞാൻ സാധാരണ പല രീതിയിൽ ഓർക്കാറുണ്ട്. മെയിനായിട്ട് ആസാമി എന്നുള്ളതാണ്. ഒരു ഒറിജിനൽ സാമിമാരല്ല എന്നുള്ള രീതിയിലൊക്കെ ഇടയ്ക്ക് മിക്കവാറും കോഡ് ഉണ്ടാക്കാറുണ്ട്. ഇനി അല്ലെങ്കിൽ സ്വാമിമാരെന്ന് തന്നെ ആലോചിച്ചോ, എന്നാലും കുഴപ്പമില്ല. ആസാമി ഓർ സ്വാമി ഇത് രണ്ടും വെച്ച് ഞാൻ കോഡ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇവരുടെ കയ്യിലൊരു നീളത്തിലുള്ള ഒരു ഹാൻഡ്ലൂം നീളത്തിലുള്ളൊരു വടിയൊക്കെ ഉണ്ടാവും എന്നുള്ളത് ആലോചിച്ച് നോക്കിയാൽ സ്വാമിമാരുടെ കയ്യിൽ അങ്ങനെയൊക്കെ ഒന്ന് ആലോചിക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ലോങ് വെച്ച് പിടിക്കാൻ പറ്റും. കർബി ആങ്ലോങ്. അല്ലെങ്കിൽ നല്ല കോഡ് കിട്ടുവാണെങ്കിൽ പറഞ്ഞോ. ഓക്കെ, പിന്നെ ബിഹു ആസാമിലാണെന്നറിയാം. ബിഹു പേപ്പ. പിന്നെ ഇതൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കണം കേട്ടോ. ഡിയോരി. അവർ സ്വാമിമാർ വല്ല ഡിയോ ബൈക്കൊക്കെ എടുത്ത് ആക്റ്റീവൊക്കെ എടുത്ത് ഡിയോ വണ്ടിയൊക്കെ എടുത്ത് ഓടിച്ചുകൊണ്ട് വരുന്നു എന്നുള്ള രീതിയൊക്കെ ഒന്ന് ആലോചിച്ചാൽ ചിലപ്പോൾ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം. സൈഡിലത്തെ ബോക്സ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടില്ല. ഞാൻ ആ മെയിൻ ക്വസ്റ്റ്യനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ നോക്കിയിട്ടുള്ളത്. ഓക്കെ, ത്രിപുര സാറിൻഡ എവിടുത്തെ ജിഐ ടാഗാണ് എന്ന് മാത്രമല്ല, അത് ത്രിപുരയിൽ നിന്ന് കിട്ടും അല്ലേ? ത്രിപുരയിൽ നിന്ന് കിട്ടും. സാറിൻ്റെ എന്ത് ടൈപ്പ് സാധനമാണെന്നാണ് ചോദിച്ചത്. സറിൻഡ. അപ്പോൾ നമ്മുടെയൊക്കെ ക്ലാസ് റൂമിൽ ചോദിക്കും, സാറുണ്ടോ എന്ന് അറിയണം നമുക്ക്. സാറന്മാരില്ലെങ്കിൽ ആ ഒരു പീരീഡിൽ സാറില്ലെങ്കിൽ പിന്നെ ഡെസ്കിൽ കൊട്ട് പാട്ട് ഒക്കെയാണ്. പിന്നെ മ്യൂസിക്കാണ് അവിടെ. മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് അല്ലേ? നമ്മൾ ഡെസ്കിലൊക്കെ കൊട്ടി ഇൻസ്ട്രുമെൻ്റ് ആക്കും നമ്മളാ ബെഞ്ചും ഡെസ്കും ഒക്കെ. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. സാറുണ്ടാന്ന് തിരക്കുന്നത് മ്യൂസിക്കിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് പിന്നെ ആ ഒരു ക്ലാസ് റൂം അല്ലെങ്കിൽ സ്കൂളെന്ന് പറയുന്നത് പിന്നെ വീട് പോലെ. അതെന്തിനാണ് പറഞ്ഞത്? അത് ഈ പുര കിട്ടാൻ വേണ്ടിയിട്ടാണ്. പുര. പിന്നെ അത് ക്ലാസ് റൂം പുരയായിട്ട് മാറും. ഇപ്പോൾ ത്രിപുരയാവും എപ്പോഴാണ്? സാറുണ്ട എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ആലോചിച്ച് നോക്കുക കേട്ടോ. ത്രിപുര സാറുണ്ട. അപ്പോൾ നമ്മുടെ മനസ്സിൽ നിൽക്കും അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ. കിട്ടുന്നില്ലേ ഞാൻ പറയുന്നത്? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതും ആസാമിലെ ഒരു ഫേമസ് ഡിസ്ട്രിക്റ്റാണ് തേസ്പൂർ എന്നുള്ളത്. തേസ്പൂർ ലിച്ചി ആസാം. പക്ഷേ ഇവിടെ ചോദിച്ചിരിക്കുന്നതൊന്നുമല്ല അവിടുന്ന് ഏത് സ്ഥലത്തേക്കാണ് എക്സ്പോർട്ട് ചെയ്യുന്നുള്ളതാണ്. അത് ദുബായിലേക്ക്. നമ്മൾ ബായ് പറഞ്ഞ് അങ്ങോട്ട് വിട്ട്. ഓക്കെ, ഖുറസാനി ഇംലി എവിടുത്തെയാണെന്നാണ്. ഖുറസാനി എന്നുള്ളതൊന്ന് മാറ്റിയ കൂറസാനം. നമ്മൾ കൂറസാനം എന്നൊക്കെ പറയുന്നത് എന്തിനെക്കുറിച്ചായിരിക്കും? മധ്യപ്രദേശ്. മദ്യം. നമ്മുടെ കോഡുമായിട്ട് കണക്ട് ചെയ്യും. മദ്യം. എന്തുവാടാ ഇത്? കൂറസാനം അല്ലേ? ഇംലിയുടെ ടേസ്റ്റുള്ള കൂറസാനം. കൂറസാനി അങ്ങനെ ആലോചിച്ചാൽ ഉറപ്പായിട്ടും കിട്ടും. ഓക്കെ, ചപ്പാത്ത ചില്ലി. ചപ്പാത്ത എന്ന് പറയുമ്പോഴേ എനിക്ക് മനസ്സിൽ ചപ്പാത്തി എന്ന് തന്നെയാണ് വന്നത്. ഇപ്പം ചപ്പാത്തിക്ക് ഇച്ചിരി എരിയൊക്കെ കൂടിപ്പോയി. നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുമ്പം മുളക് പൊടി ഇടാറില്ലല്ലോ. അല്ലേ പോട്ടെ, കറി ഉണ്ടാക്കി. ചപ്പാത്തി ഒറ്റയ്ക്ക് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് കറി ഉണ്ടാക്കിയപ്പം ചില്ലി കൂടിപ്പോയി. എന്തായിരിക്കും പിന്നെ? അടിയാവും അല്ലേ? അങ്ങനെ കടയിൽ നിന്നൊക്കെ നമ്മൾ ഓർഡർ ചെയ്ത് എരി കൂടിപ്പോയി കഴിഞ്ഞാൽ ഇടിയാവും എന്നാലോചിച്ചു.
തല്ലാവും. തല്ല് പറയാൻ കാരണം നമുക്ക് തെലുങ്കാനയിൽ നിന്ന് തല്ല് കിട്ടണം. ഞാൻ സാധാരണ തെലുങ്കാന തല്ല് വെച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നത്. നമ്മൾ സയൻസ് ആൻഡ് ടെക്കിൻ്റെ PDF ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു, ഞാൻ സാധാരണ IIT മദ്രാസ് നമ്മളവിടെ കണ്ടില്ലായിരുന്നു, IIT മദ്രാസ് എന്നുള്ളത് ഞാൻ എല്ലാം മാഡ് വെച്ചിട്ടാണ് കണക്ട് ചെയ്യാറ്. ഇപ്പോൾ IIT മദ്രാസിന് വേറെ കോഡ് ഞാൻ ഉണ്ടാക്കാറില്ല. ആ ഒരു ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കൂടുതലും എന്തിനെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്ത് വെച്ചേക്കും, അതിലേക്ക് എത്തിക്കാനാണ് നോക്കുക. ഇപ്പോൾ മധ്യപ്രദേശിനെ ഞാൻ മദ്യം എന്നുള്ളതുമായിട്ട് കണക്ട് ചെയ്യാനായിരിക്കും ഞാൻ മൊത്തത്തിൽ നോക്കുക. ഇപ്പോൾ നമ്മൾ IIT മദ്രാസ് പറഞ്ഞു, അതുപോലെ IIT ഡൽഹി നമ്മൾ ഇഡലിയുമായിട്ടാണ് കണക്ട് ചെയ്തത്. അപ്പോൾ അതേപോലെ നമ്മൾക്കതാകുമ്പം കൺഫ്യൂഷൻ വരണ്ട, ഇതിനി വേറെ കോഡാണോ, ഓരോന്ന് കോഡ് ഉണ്ടാക്കാൻ പറ്റുന്നത് നമുക്ക് അത് ഓർത്ത് വെക്കാൻ പിന്നെ നമ്മൾ വേറെ കോഡ് ഉണ്ടാക്കേണ്ടി വരും. അപ്പം അതുകൊണ്ടാണ് ഞാൻ തെലുങ്കാനയെല്ലാം തല്ല് വെച്ചിട്ടാണ് കൂടുതലും കണക്ട് ചെയ്യാറുള്ളത്. അപ്പോൾ ഇവിടെ തല്ലുണ്ടാവാൻ കാരണം ചപ്പാത്തിക്ക് ചില്ലി കൂടിപ്പോയതുകൊണ്ടാണ്. ചപ്പാത്ത ചില്ലി. ഓക്കെ, അതൊരു ടൈപ്പ് മുളകാണ് കേട്ടോ. ഓക്കെ. നോളൻ ഗുറൂർ സന്ദേശ്. നോളൻ എന്ന പേര് കേൾക്കുമ്പം നമുക്കെല്ലാവർക്കും ഒരു ഡയറക്ടർ ആണല്ലോ ഓർമ്മ വരിക. അങ്ങനെയുള്ള ഒരാൾ ഒരു GI ടാഗ് ആ സ്റ്റേറ്റിന് കൊടുക്കണമെങ്കിൽ ആ സ്റ്റേറ്റിനും എന്ത് പ്രത്യേകത കാണണം? സ്റ്റേറ്റിൻ്റെ പേരിലും ഒരു ഡയറക്ഷൻ സൂചിപ്പിക്കുന്ന എന്തെങ്കിലും കാണണം. വെസ്റ്റ് ബംഗാൾ. ഓക്കെ അല്ലേ? നോളൻ ഒരു ഡയറക്ടർ ആയതുകൊണ്ട് ഒരു ഡയറക്ഷൻ കാണിക്കുന്ന എന്തെങ്കിലും വേണം എന്നാലോചിച്ച് നോക്കുക കേട്ടോ. അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കിട്ടും. നമ്മളെ കഴിഞ്ഞ സയൻസ് ആൻഡ് ടെക്കിൽ നമ്മൾ പറഞ്ഞു വെസ്റ്റ് ബംഗാളിനെ എങ്ങനെയായിരുന്നു നമ്മൾ കണക്ട് ചെയ്തത്? മറ്റേ വെസ്റ്റ് ഒരു ഒബ്സർവേറ്ററി ഒരു ഈസ്റ്റേൺ സൈഡിൽ കൊണ്ടുവെക്കാൻ പ്ലാൻ ചെയ്തപ്പോൾ ഒബ്സർവേറ്ററി എന്തിനു വേണ്ടിയിട്ടാണ്? ആകാശത്ത് നമ്മൾ ഒരു ഡയറക്ഷനെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് പേരിൻ്റെ കൂടെ ഡയറക്ഷനുള്ളടുത്ത് കൊണ്ടുവച്ചു എന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ ഇവിടെ ഇങ്ങനെ. അപ്പം കണ്ടോ, നമ്മളത് കണക്ട് ചെയ്യുന്നുണ്ടോ? ഇതിപ്പോൾ പറഞ്ഞപ്പോൾ എനിക്ക് അത് ഓർമ്മ വന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിച്ചു കഴിഞ്ഞാൽ അത് തന്നെ അന്നേരം ഓർമ്മ വരും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഗുണം. ഓക്കെ. വിച്ച് സ്റ്റേറ്റ് റിസീവ്ഡ് ദ GI ടാഗ് ഫോർ റിൻഡിയ സിൽക്ക്? കേട്ടിട്ടുണ്ടോയെന്നറിയില്ല. എറി സിൽക്ക് എന്നും പറയാറുണ്ട്. ചിലപ്പോൾ ഇത് കേട്ടിട്ടുണ്ടാവും. എറി സിൽക്ക് അല്ലെങ്കിൽ പീസ്, സമാധാനത്തിൻ്റെ സിൽക്ക് എന്നൊക്കെ പറയും. ഒന്നുമില്ല, ഈ സമാധാനത്തിൻ്റെ സിൽക്ക് എന്നൊക്കെ പറയാൻ കാരണം സാധാരണ കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടേ ഈ സിൽക്ക് ഉണ്ടാക്കാൻ നേരം എന്താണ്, നമ്മൾ മറ്റേ കൊക്കൂണിൽ നിന്നാണല്ലോ ഇതിന് വേണ്ടി സിൽക്ക് എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഒരുപാട് ഇതിനെ ഇങ്ങനെ കൊല്ലണ്ടിയൊക്കെ വരും, പുഴുങ്ങി കൊന്നിട്ടൊക്കെയാണ് സിൽക്ക് എടുക്കുന്നത്. ഇതങ്ങനല്ല. ഇത് നാച്ചുറലി ഒരു മോത്ത് അതിൻ്റെ കൊക്കൂൺ വിട്ട് പോയതിന് ശേഷം ബാക്കി വരുന്ന അത് ഉപയോഗിച്ച് നാച്ചുറൽ രീതിയിൽ സിൽക്ക് എടുത്ത് അങ്ങനെ ചെയ്യുന്നതാണ് റിൻഡിയ സിൽക്ക് എന്ന് പറയുന്നത്, എറി സിൽക്ക്. അതുകൊണ്ടാണ് ഇത് സമാധാനത്തിൻ്റെ എന്നുള്ള അർത്ഥം വരുന്നത്. ഓക്കെ. അപ്പോൾ അത്രയ്ക്ക് ഫേമസ് ആണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലുണ്ടാവണം അതെവിടുത്തെയാണ്. അത് മേഘാലയയിലെയാണ്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ അത് നമ്മൾ കോഡ് പറഞ്ഞില്ല അല്ലേ? അപ്പം ഇത് രണ്ട് രീതിയിൽ ആലോചിക്കാം. ഒന്ന്, ആ ഒരു മോത്ത് ഇങ്ങനെ മേഘം നോക്കി കുറേ നാൾ കിടന്നിട്ടാണ് അത് പിന്നീട് ബട്ടർഫ്ലൈ ഒക്കെ ആയിട്ട് പറന്നു പോകുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെ ആലോചിച്ച് നോക്കും. മേഘം നോക്കി ഇങ്ങനെ കിടക്കുന്നു എന്നുള്ളതാണ് ഒരു രീതിയിൽ ആലോചിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും മേഘ എന്ന് പറയുന്ന സുഹൃത്ത് വല്ലതും ഉണ്ടെങ്കിൽ പുള്ളിക്കാരിക്ക് നമ്മളിത് ഗിഫ്റ്റ് കൊടുക്കുന്നു. അത്രയ്ക്ക് സ്പെഷ്യലായിട്ടുള്ള അങ്ങനെ ഒന്ന് ആലോചിച്ചു. സ്പെഷ്യലായിട്ടുള്ള ഗിഫ്റ്റ് അല്ലേ ഇത്, കാരണം ഇത് നാച്ചുറലായിട്ടുണ്ടാകുന്നത്. അപ്പം അങ്ങനെ ഒന്ന് ആലോചിച്ചാൽ നമുക്ക് കിട്ടും. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാശി അതവിടുത്തെ സ്ഥലമാണ്. നമ്മൾ കേട്ടിട്ടില്ല മലകളുടെ പേര് കാരോ കാശി ജയന്തിയ. അപ്പോൾ അത് വെച്ചത് കിട്ടുമല്ലോ. അഹമ്മദാബാദിൽ ഫേമസ് ആയിട്ടുള്ള ഏതാണെന്നാണ് ചോദ്യം. നമ്മുടെ കഴിഞ്ഞ കോഡിൽ അഹമ്മദാബാദിനെ നമ്മൾ മെഡിക്കൽ വെച്ചാണ് കണക്ട് ചെയ്തത്. ഓർമ്മയുണ്ടോ? LSD ഒരു ഡിസോർഡറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മെഡിക്കൽ എന്നുള്ള ടൈം എടുത്തിട്ടാണ് അഹമ്മദാബാദ് കണക്ട് ചെയ്തത്. ഇവിടെ നമുക്ക് വേണ്ടുന്നത് അവിടുത്തെ അഹമ്മദാബാദിൽ ഫേമസ് ആയിട്ടുള്ള ഏത് ക്രാഫ്റ്റാണെന്നാണ്. ഓപ്ഷൻ C സൗദാഗിരി. സൗദയെന്ന് കേൾക്കുമ്പം ഏതെങ്കിലും ഒരു സിനിമ ഡയലോഗ് ഓർമ്മ വരുന്നുണ്ടോ? എന്തുവരുന്ന ഡയലോഗ്? നീ ഇപ്പോൾ പോകണ്ടെന്നോ? അല്ലല്ലോ. ആരാ നിന്നെ സിനിമയ്ക്ക്? എനിക്ക് ഇന്ന് നാവിൻ്റെ തുമ്പിൽ ഇരിപ്പുണ്ട് ഡയലോഗ്. നീ പോവോ? എങ്ങനെയായിരുന്നു അത്? ഷടാ, ഞാനത് മറക്കാൻ പാടില്ലല്ലോ. ഞാനത് നോക്കാൻ വിട്ടുപോയി ഡയലോഗ്. എനിക്കത് ഓർമ്മയുണ്ടെന്നായിരുന്നു വിചാരം. കുറേ നാളായല്ലേ. ആരാ എന്നെ സിനിമയ്ക്ക് വിട്ടതെന്നാണോ? എന്തായിരുന്നു? പോട്ട്, നിങ്ങൾക്ക് ഓർമ്മ കാണുമെന്ന് എനിക്കറിയാം. അപ്പോൾ അതിൽ ആ ക്യാരക്ടറിന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പുള്ളി ഒരു സൈക്കോ ക്യാരക്ടറല്ലേ ചെയ്തത്. അപ്പോൾ ആ പുള്ളിക്കൊരു മരുന്നിൻ്റെ ആവശ്യമില്ലേ? മെഡ് ആ ക്യാരക്ടർ സൗദാഗിരി. ഞാൻ ഈ പറഞ്ഞ കഥ നിങ്ങൾക്ക് കിട്ടിയാൽ മതി. ഓക്കെ.
അപ്പോൾ മെഡിക്കലുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റി. ഓക്കെ. ചിക്കൻ കാരിയൊക്കെ ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ കലംകാരി ആന്ധ്രാപ്രദേശ്, തെലുങ്കാന. ഇനി അത് തിരിഞ്ഞു പോവോ എന്നൊക്കെ സംശയമുള്ളവർക്ക് ചിക്കനൊക്കെ നമ്മുടെ കോഴികളൊക്കെ വീടിൻ്റെ മുകളിൽ ഉത്തർപ്രദേശ് മുകളിൽ വീടിൻ്റെ മുകളിലുള്ള പ്രദേശത്ത് കയറിയിരുന്നല്ലേ കൂവുന്നത്. അങ്ങനെ കലമൊക്കെ നമ്മുടെ വീടിൻ്റെ അകത്തായിരിക്കും. ആന്ധ്രാപ്രദേശ്. ഓക്കെ. തിരിഞ്ഞു പോകത്തില്ലെന്നറിയാം, എന്നാലും പറഞ്ഞതേ ഉള്ളൂ. സൗദാഗരി നമ്മൾ പറഞ്ഞു. പിന്നെ ഒരെണ്ണം കൂടെ കിടക്കുന്നല്ലോ, ബന്ദാനി പ്രിൻ്റ്. ബന്ദാനി ഗുജറാത്ത് ആൻഡ് രാജസ്ഥാൻ. അതെങ്ങനെയാണ് ടീം? ഗുജറാത്തിനെ ഞാൻ റാറ്റ് വെച്ചിട്ടാണ് പറഞ്ഞത്. വേറെ ഒരെണ്ണം കൂടെ ഉണ്ട്, ഗജ എന്നൊരു ആന എന്നുള്ള അർത്ഥവും നമുക്ക് എടുക്കാം കേട്ടോ. ഗുജറാത്തിനെ ചില സമയത്ത് ഞാൻ ഗജ എന്ന വാക്ക് വെച്ചും റാറ്റ് കൊണ്ടും കോഡ് കണക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ എനിക്ക് ഈ ബന്ദാനി ഓർത്ത് വെക്കാൻ മറ്റേതും റാറ്റും വെച്ചും പറ്റും. എന്നാലും നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് കോഡ് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. ഇപ്പോൾ രാജസ്ഥാനെ ഞാൻ രാജാവ് എന്നുള്ള അർത്ഥത്തിലാണ്, രാജാവ് വെച്ചിട്ട് തന്നെയാണ് കോഡ് എടുക്കാറ്. അപ്പോൾ രാജാവ് ഗജപ്പുറത്തിരുന്ന് വരുമ്പോൾ എല്ലാവരും ഒരു ബന്ധു പോകാനാണ്, എല്ലാവരും മാറി നിൽക്കണം അല്ലേ, ബന്ധനസ്ഥനാവണം എന്നൊക്കെയുള്ള രീതിയിൽ ആലോചിക്കാം. അങ്ങനെയൊക്കെ ആലോചിക്കാം. ഓക്കെ, ആലോചിച്ചാൽ നമ്മുടെ മനസ്സിൽ നിന്നോളൂ അത്. സോറി, ആൻസർ കാണിച്ചു. അംബാജി മാർബിൾ. അമ്പാൻ നമ്മുടെ അമ്പാൻ എന്നുള്ള ക്യാരക്ടറിനെ ആലോചിക്കാവോ? ആവേശത്തിലെ. എന്തിനാ അത് പറഞ്ഞത്? അമ്പാൻ. ഇനി മാർബിൾ എന്ന് കേൾക്കുമ്പം നമുക്കെല്ലാവർക്കും ഓർമ്മ വരുന്നത് മറ്റേ സുമോ മാർബിളിൻ്റെ പരസ്യത്തിലിരിക്കുന്ന ഒരു ബോഡി ഷേമിംഗ് അല്ല, എങ്കിലും ഓർക്കാൻ വേണ്ടി പറയുക. ഒരു ആനയുടെ ഒരു രൂപത്തിൽ എന്നുള്ളത് ബോഡി ഷേമിംഗ് ആയിട്ട് എടുക്കേണ്ട. നമുക്ക് കോഡ് കിട്ടിയാൽ മതി, പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടിയാൽ മതി. ഞാനങ്ങനെ ആരെയും ബോഡി ഷെയിം ചെയ്യുന്ന ഒരാളല്ല, ജസ്റ്റ് നമുക്ക് കോഡ് വേണം, അത്രേ ഉള്ളൂ. അംബാജി മാർബിൾ, അംബാൻ എന്നുള്ള രീതിയിൽ ആലോചിക്കാം. ഗജം എന്നുള്ള മീനിങ് കിട്ടണം, ഗുജറാത്ത്. ഓക്കെ, ഓപ്ഷൻ എ ഗുജറാത്ത്. ഓക്കെ, ഇത് നമ്മൾ പണ്ട് കറണ്ട് അഫയേഴ്സിൻ്റെ വേറൊരു സെക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അന്നേരം പറഞ്ഞതായി. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ട്രിക്ക് വെച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓർമ്മ കാണും. ടങ്, ടൊങ്, നാക്ക് എന്നുള്ള വായ്, നാക്ക് എന്നൊക്കെയുള്ള മീനിങ്ങിലാണ് നമ്മളിത് എടുത്തത്. ടങ്, രണ്ടിടത്തും ടങ് ഉണ്ടല്ലോ. ലെപ്ച എന്ന് പറയുമ്പോൾ ലിപ്പായി ടങ്ങായി. കണ്ടോ, കണക്ട് ചെയ്തിട്ടുണ്ടോ? നാക്കും വന്നു ചുണ്ടും വന്നു എന്നുള്ള. അപ്പം അത് കിട്ടിയാൽ മതി. നമ്മൾ ടങ്ങിൽ നിന്നും ലിപ്പ്, അത് രണ്ടും ഒരു കണക്ഷൻ ഉണ്ടാക്കി വെച്ചാൽ മതി. ലെപ്ച കമ്മ്യൂണിറ്റി ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാം ലെപ്ച സിക്കിമിലെ ആണെന്ന്. ഓക്കെ, അല്ലെങ്കിൽ സിക്കൊക്കെ വരുമ്പോൾ നമ്മൾ വായിൽ മറ്റേ തെർമോമീറ്ററൊക്കെ കൊണ്ടുവെക്കും. അങ്ങനെയൊക്കെ ഒന്ന് ആലോചിച്ചു. ഇതിപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഇതൊക്കെ എന്ത് കോഡ്, ഇതൊക്കെ എങ്ങനെ ഓർത്തിരിക്കും എന്നാണ് നിങ്ങൾ ആലോചിക്കുന്നതെങ്കിൽ ഈ PDF, പക്ഷേ ഇത് ഇവിടെ കൊണ്ട് വിട്ടുപോയാൽ ചിലപ്പോൾ ഓർത്തിരിക്കത്തില്ല. രണ്ട് വഴിയുണ്ട്. ഒന്നെങ്കിൽ എക്സാമിൻ്റെ ആ ഒരു ടൈം ആകുമ്പോൾ ജസ്റ്റ് ഈ ഒരു ക്ലാസ് 2Xലൊക്കെ ഇട്ട്, അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ കിട്ടുന്നുണ്ടോ, ആ കോഡ് കിട്ടുന്നുണ്ടോ നോക്കാം. അപ്പോൾ അല്ലെങ്കിൽ ആ PDF എടുത്ത് വെച്ചിട്ട് കോഡ് കിട്ടുന്നുണ്ടോ നോക്കാം. PDF ഒക്കെ അവൈലബിൾ ആണല്ലോ ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ. അങ്ങനെ ചെയ്യാം, അത് വളരെ എഫക്റ്റീവാണ്. ഞാനും ഒരു ആക്സ്പിറൻ്റ് ആയതുകൊണ്ട് ഞാൻ തന്നെ എൻ്റെ ക്ലാസ് ചില സമയത്ത് എനിക്ക് കോഡ് ഒരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ നോക്കാറുണ്ട്. ഓക്കെ, നല്ല കോഡ് കിട്ടുമ്പോൾ പിന്നെ ഇതിലും നല്ല കോഡ് കിട്ടാൻ ചാൻസും ഉണ്ട്. കാരണം നമ്മൾ പണ്ട് ഗ്രൂപ്പായിട്ടിരുന്ന് പഠിക്കുന്ന സമയത്തായിരുന്നു നല്ല കോഡ് കിട്ടുന്നത്. ഇപ്പോൾ ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് പഠിക്കുന്നതുകൊണ്ട് ഞാൻ തന്നെ ഈ ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് ജസ്റ്റ് നോക്കുമ്പോൾ കിട്ടുന്ന കോഡുകളേ ഉള്ളൂ. അപ്പം ഒരു 2-3 പേരുടെ ഇൻപുട്ട് എടുക്കുമ്പോഴാണല്ലോ നല്ല കോഡുകൾ കിട്ടുന്നത്. നമ്മളൊക്കെ അങ്ങനെയല്ല, ഗ്രൂപ്പായിട്ടിരുന്ന് പഠിക്കുമ്പോൾ അതിൻ്റെയാണ് ഒരു ഗുണമാണ് ഗ്രൂപ്പായിട്ടിരുന്ന് പഠിക്കുമ്പോഴേ. അപ്പം ഇപ്പം എനിക്ക് നിങ്ങൾ വേണം കമൻറ്റ് ബോക്സിൽ ചെയ്യാൻ. അപ്പോൾ അവിടെ ഒരു ഡിസ്കഷൻ വരണം. കൊള്ളാലോ, ഇതിലും നല്ല കോഡ് എന്തായാലും വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാനത് അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ അങ്ങനെ പോട്ടെ കാര്യങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പക്ഷേ ഇത് കറക്റ്റ് വ്യൂവേഴ്സിലോട്ട് എത്തുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ്. അപ്പോൾ നിങ്ങൾ കാണുന്ന ആരെങ്കിലും ഉണ്ട്, അത് അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബാക്കിയുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരയൂർ കോട്ടൺ സാരി. ഒരയൂർ എന്നുള്ളത് ഒന്ന് സത്യത്തിൽ ഉരയൂർ എന്ന് പറയാറുണ്ട്. ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ തമിഴ്നാട്ടിൽ ഒരു സ്ഥലമാണ് ഉരയൂർ എന്ന് പറയാനുണ്ട്. ഏൻഷ്യൻ്റ് ചോള ഡൈനാസ്റ്റിയുടെയൊക്കെ ക്യാപിറ്റലൊക്കെ ആയിരുന്നു ഉരയൂർ. അത് തന്നെയാണ് ഒരയൂർ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ കിട്ടുകയാണെങ്കിൽ തമിഴ്നാട് പെട്ടെന്ന് കിട്ടിക്കോളും. അല്ലെങ്കിൽ ഉരയൂർ എന്നുള്ളത് നമ്മൾ ഉരസുന്നത് എപ്പോഴാണ്? തമ്മിൽ വരുമ്പോഴല്ലേ രണ്ടറ്റത്തിരുന്ന് കഴിഞ്ഞാൽ ഒരു ഉരസലുണ്ടാവുമോ? ഒരു വഴക്കുണ്ടാവില്ല. അടുത്ത് വരണം, തമ്മിൽ വരണം. തമിഴ്നാടുവിനെ തമ്മിലുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ കോഡ് വേണം എന്ന് നിർബന്ധമുള്ളവർക്ക് തമ്മിൽ. ഓക്കെ, അപ്പോൾ ബാക്കിയൊക്കെ വായിച്ചു വേണം കേട്ടോ. അംബാസമുദ്രം, തോയാമല്ലി, നാമക്കൽ,
കവിന്താപ്പടി ഒരയൂർ. ഓക്കെ, അതും എന്തെങ്കിലുമൊക്കെ നോക്കി ഉറപ്പായിട്ടും കോഡ് കിട്ടും. ഞാൻ നോക്കിയിട്ടില്ല, കോഡ് കിട്ടും അത്. ഓക്കെ, പൊണ്ടൂരു ഖാദി ഇതിനൊരു കോഡ് കിട്ടിയിട്ടുണ്ട്. പൊണ്ടൂരു എന്നുള്ളത് പോണ്ട് കൊള്ളാം. ഊരു ഖാദി പോണ്ട് നെഗറ്റീവായിട്ട് വിചാരിക്കണ്ട. ഖാദി എന്ന് പറഞ്ഞാൽ ഒരു എന്താണ് ഡ്രസ്സല്ലേ. അപ്പോൾ അത് അങ്ങനെ പോണ്ടിൽ വെച്ച് ഖാദി ഊരണമെങ്കിൽ നമ്മൾ ജസ്റ്റ് എല്ലാവരും കാണുന്ന രീതിയിൽ ഓപ്പണായിട്ടാണോ ചെയ്യാറ്? അല്ല, ആന്ധ്രാപ്രദേശ് നമ്മളെ ഒരു മതിൽക്കെട്ടിനുള്ളിലുള്ള പോണ്ടാണെങ്കിലോ അങ്ങനെയൊക്കെയാണെന്ന് ആലോചിച്ച് നോക്ക്. പഴയ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ഓരോ കുടുംബത്തിലും ഓരോ പോണ്ട് കാണും. അത് അകത്തായിരിക്കുമല്ലോ, അകത്തളത്തിലൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതാരും കാണാത്ത രീതിയിലായിരിക്കുമല്ലോ. അപ്പോൾ ആന്ധ്രാപ്രദേശത്താണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ, ഖാദി ഊരാറുള്ളൂ പോണ്ടി വെച്ച്. ഇപ്പോൾ പൊണ്ടൂരു ഖാദി എന്നുള്ളത് അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ ആന്ധ്രാപ്രദേശ് പുഷ്പം പോലെ ഇങ്ങ് പോരും. ഈ കോഡ് ഞങ്ങളുടെ മനസ്സിൽ നിൽക്കുകയും ചെയ്യും. അതാണ് അതിൻ്റെയൊക്കെ ഇങ്ങനെയുള്ള കോഡിൻ്റെ ഗുണം. അടുത്ത, വിച്ച് സ്റ്റേറ്റ്സ് മജൂലി മസ്ക? മജൂലി ഇത് ഞാൻ ആൻസർ മറച്ചില്ല, പക്ഷെ മജൂലി ഐലൻഡ് വെച്ചിട്ട് എല്ലാവർക്കും ആസാമാണെന്നുള്ളത് ഈസിയായിട്ട് കിട്ടും. മജൂലി മാൻസുപ്സും അവിടുത്തെ തന്നെയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. റെഡ് ആൻഡ് ചട്നി, ചുമന്ന ഉറുമ്പൊക്കെ എല്ലാം കൂടെ നമ്മുടെ ദേഹത്തോട്ട് കയറിയാൽ നമ്മുടെ ഫസ്റ്റ് റിയാക്ഷൻ എന്തുമായിരിക്കും? നമ്മൾ അവിടെ നിന്ന് ഓടി മാറും അല്ലേ, അല്ലെങ്കിൽ കുടയും, ഓടി മാറും. ഒഡീഷയിൽ നിന്നും ഓടുക എന്നുള്ള അർത്ഥത്തിൽ എടുക്കുക. ഓടുക എന്നുള്ള അർത്ഥത്തിൽ എടുക്കുക. ഓക്കെ, റെഡ് ആൻഡ് ചട്നി. അടുത്ത, നരസിംഗപ്പേട്ടെ നാഗസ്വരം ഓക്കെ, നരസിംഗപ്പേട്ടെ നാഗസ്വരം എവിടുത്തെയാണെന്നാണ് ചോദ്യം. അത് തമിഴ്നാട്ടിലെയാണ്. ആ പേര് ഇന്ന് കിട്ടുമായിരിക്കും അല്ലേ, നരസിംഗപ്പേട്ടെ നാഗസ്വരം. എന്തായാലും കേരള അല്ല. അല്ലെങ്കിൽ നല്ല കോഡ് കിട്ടുവാണെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. ഇത് നോക്കാം. കർപ്പൂർ കലംകാരി പെയിൻറ്റിങ്. കറുപ്പ് സിനിമ എല്ലാവരും കണ്ടു കാണും. കറുപ്പ് ദൈവമായിട്ടൊക്കെ ആചരിക്കുന്നത് തമിഴ്നാടാണല്ലോ. അപ്പോൾ അവിടെ നമുക്ക് കർപ്പൂർ കലംകാരി വെച്ച് അതങ്ങനെ തന്നെ ഓർത്ത് തുടങ്ങും കേട്ടോ. അപ്പോൾ ഇതൊരു നല്ല ക്വസ്റ്റ്യനാണ്. കന്യാകുമാരി അവിടുത്തെ സ്ഥലമാണ്. അതുപോലെ കലക്കുറിച്ചി വുഡ് ക്രേവിങ്. അപ്പോൾ അതും കൂടെ നോക്കി വെക്കുക. ഓക്കെ, വാട കൊള്ളാം റൈസ്. വാട കൊള്ളാം എന്ന് പറയും. സാധാരണ മദ്യമാണെങ്കിൽ നമ്മൾ വാട കൊള്ളാം എന്ന് പറയേണ്ട ഇത് സ്പെസിഫൈ ചെയ്ത് പറയണം. വാടയാണെങ്കിലും കൊള്ളാം എന്നുള്ള രീതിയിൽ. ഞാനത് മദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധ്യപ്രദേശ് പോകും എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ വളഞ്ഞു വന്നത്. കാരണം എനിക്ക് MH എന്ന് പറയുന്നൊരു ബ്രാൻഡിലുള്ള മദ്യം ഉണ്ടല്ലോ, അതുമായിട്ട് ഞാൻ കണക്ട് ചെയ്തതാണ്. MH ഒരുപാട് ഫേമസ് ആയിട്ടുള്ള, ഒരുപാട് പേർക്ക് അറിയാവുന്ന ഒരു മദ്യം ബ്രാൻഡ് ഇതായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞത്. വാട കൊള്ളാം. അപ്പം എത്ര വാടയാണെങ്കിലും ഐറ്റം കൊള്ളാം എന്ന് പറയുന്നു. അങ്ങനെ ആലോചിച്ച് നോക്കുക കേട്ടോ. എല്ലാ മദ്യവും കൊള്ളാം എന്ന് പറയത്തില്ലല്ലോ, ഓരോരുത്തർക്കും ഒരു ഫേവറേറ്റ് സാധനമുണ്ട്. അപ്പോൾ ഇത് കൊള്ളാം എന്ന് പറയുന്നതുകൊണ്ടാണ് ഞാൻ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞതെന്ന് ആലോചിക്കണം. ഓക്കെ, ബാക്കി ഇതെല്ലാം അവിടുത്തെ സ്ഥലത്തിൻ്റെ പേരാണ്. അപ്പോൾ അതങ്ങനെ നോക്കി കിട്ടും. അപ്പോൾ ഇത് ആലോചിച്ച് വെക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, ഗമോസ എവിടുത്തെയാണ്, ഏത് സ്റ്റേറ്റിൻ്റെയാണ്? ആസാമിൻ്റെയാണ്. ഇവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്. ഗമോസ ആസാം നമ്മുടെ കോഡിൽ സ്വാമിമാർ എന്നുള്ളതായിരുന്നു. ആസാമിമാർ അല്ലേ. ഗെയിം ആസാമിമാർ എപ്പോഴും വിശ്വാസികളെ വെച്ച് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആലോചിച്ചാൽ മതി. സ്വാമി അങ്ങനെ ആലോചിക്കുക കേട്ടോ. ഗമോസ എന്നുള്ളതിനകത്തുനിന്ന് ഗെയിമല്ലേ ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇതൊരുപാട് വട്ടം ചോദിച്ചിട്ടുള്ളതാണ്. ജുഡിമ റൈസ് വൈൻ, കാജി നെയ്മ്. ഇതിപ്പോൾ നേരത്തെ നമ്മൾ കണ്ടു, തേസ്പൂർ ലിച്ചി. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതും പറഞ്ഞു പോകണമല്ലോ, നമ്മൾ ഈ ക്വസ്റ്റ്യൻ മാത്രം നോക്കിയാൽ പോരല്ലോ. ഓക്കെ, തണ്ടൂർ റെഡ് ഗ്രാം. തണ്ടൂർ കണ്ടോ, ഒരു തണ്ട്, ഒരു തല്ലിൻ്റെ അടുത്ത് വരുന്നുണ്ടോ, തണ്ടൊക്കെ എടുത്ത് വെച്ച് അടിക്കുക എന്നുള്ളത്. ഒരു തല്ല് വരുമ്പോൾ തെലുങ്കാന ഓപ്ഷനെ അങ്ങനെ ആലോചിക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഉത്തരാഖണ്ഡിൻ്റെ 2-3 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനിതിനെ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഐറ്റം ഏതാണെന്ന് സാധനം ഏതാണെന്ന് ഓർത്ത് വെക്കാൻ പറ്റുന്ന എന്തെങ്കിലും കോഡുണ്ടോ എന്ന് നോക്കാം.
തേജ് പട്ട. പട്ട എന്ന് പറയുമ്പോൾ ഒരു ആനയ്ക്കൊക്കെ കൊടുക്കുന്ന അതൊരു ടൈപ്പ് ഇലയാണ് എന്നാലോചിക്കുക കേട്ടോ, തേജ് പട്ട. അപ്പോൾ പട്ട എന്നുള്ളത് അതിൽ നിന്ന് തന്നെ കിട്ടും. പിന്നെ തുൽമ, നമ്മൾ തുമ്മലൊക്കെ വരുമ്പോഴേ പനിയൊക്കെ തുമ്മലൊക്കെ വരുമ്പോൾ ബ്ലാങ്കറ്റൊക്കെ പുതച്ച് കിടക്കും എന്നാലോചിക്കുക. പിന്നെ റിങ്ങൽ ക്രാഫ്റ്റ്, ഒരു റിങ് ഇങ്ങനെ വരച്ച് 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 വരുമ്പോൾ ഒരു കൊട്ട പോലെ ആവും. റിങ്ങൽ കണ്ടോ, ഒരു കൊട്ട, റിങ്ങൽ ക്രാഫ്റ്റ്. അപ്പോൾ അങ്ങനെ നോക്കണം. പിന്നെ എയ്പ്പൻ ആർട്ട്, അപ്പോൾ ഇതൊരു ആർട്ട് വർക്ക് പോലെയാണ്. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല ആർട്ട് വർക്കൊക്കെ ഇപ്പം പെട്ടെന്ന് എങ്ങനെ നമ്മൾ ചെയ്യുന്നത്, എ ഐ വെച്ചിട്ടാണ്. അപ്പോൾ എയ്പ്പൻ ആർട്ട്, അപ്പോൾ അതങ്ങനെ ആലോചിക്കണം. പിന്നുള്ളത് മുൻസിയാരി രച്ചുമ ആൻഡ് ബോട്ടിയാദൻ, മുൻസിയാരി രച്ചുമ. അപ്പോൾ അത് രണ്ടും ഞാനൊരു കോഡ് നോക്കിയില്ല, അപ്പോൾ നിങ്ങൾക്ക് വിട്ട് തന്നേക്കുന്നു. ഓക്കെ, കിട്ടുവാണെങ്കിൽ ഞാൻ അടുത്ത ക്ലാസ്സിലോ അല്ലെങ്കിൽ എപ്പോഴും കമൻറ്റ് ബോക്സിലൊക്കെ പറയാം കേട്ടോ. ഞാൻ നോക്കിയില്ല, അതുകൊണ്ടാണ്. ഇതിപ്പോൾ ജസ്റ്റ് ഫോട്ടോ കണ്ടപ്പോൾ ഇത് രണ്ടും അങ്ങനെ തോന്നി. പിന്നെ ഇത് ഞാൻ നേരത്തെ നോക്കിയപ്പോൾ എനിക്ക് തോന്നിയായിരുന്നു. ഓക്കെ, മിഥില മക്കാന ഓപ്ഷൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ബീഹാറിലെയാണ് മിഥില ബീഹാറിലെ ആണെന്ന് എല്ലാവർക്കും അറിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഇതൊരു ടൈപ്പ് കിഴങ്ങ് വർഗ്ഗമാണ് മക്കാന എന്നുള്ളത്. ബാക്കിയും കൂടെ നോക്കി വെച്ചേക്കണം. മധുബനി പെയിൻറ്റിങ് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണേ. ഹാത്തി ഹാത്തീൻ്റെ ഇവിടെ ആൻസർ ഇവിടെ വരുന്നുണ്ടേ, പോട്ടെ കുഴപ്പമില്ല. ഹാത്തി ചില്ലി മണിപ്പൂർ. ഹാത്തി എന്ന് പറഞ്ഞാൽ എലിഫൻ്റ് എന്നാണ്. എലിഫൻ്റ് ചില്ലി, വലിയ ചില്ലി. ഇപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് മണി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു വലിയ അങ്ങനെ നാലിച്ച് നോക്ക്, മണി അടിക്കുന്ന ഒരു വലിയ മുളകല്ലേ ഇത്. ഹാത്തി ആനയുടെ അത്രയുള്ള, അല്ലെ ആനക്കൊമ്പ് പോലുള്ളതെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഹാത്തി ചില്ലി. നമുക്ക് മണിപ്പൂർ കിട്ടണം, പക്ഷേ അല്ലെങ്കിൽ ആനയ്ക്ക് മണി കിട്ടുന്നത് ആലോചിക്കാമോ. ആനയുടെ നമ്മൾ കഴുത്തിൻ്റെ അവിടെ ഇതുപോലൊരു മണി ഉണ്ടാവും. അപ്പം മണി എന്നുള്ളത് നമുക്ക് ആനയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതിലും മതി. അങ്ങനെ കണക്ട് ചെയ്താലും മതി. മണിപ്പൂർ, മണിയെ നമുക്ക് ആനയുമായിട്ട് കണക്ട് ചെയ്താലും മതി. അപ്പോൾ ബാക്കിയൊക്കെ നോക്കിക്കോ. ഞാനതും കൂടെ പറയാത്തത്, അതിൻ്റെയൊക്കെ കോഡ് നമ്മൾ നോക്കിയാൽ ചിലപ്പോൾ കിട്ടും. ഞാനിത് നിങ്ങൾക്കും കൂടെയാണ് വിട്ടുതരുന്നത് കോഡ്, കാരണം ഇങ്ങനെയാണ് ഞാൻ കോഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെ നമ്മൾ കണക്ട് ചെയ്യണം കണ്ടോ, മണിപ്പൂരിനെ ഈ മണിയുമായിട്ട് കണക്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് കോഡ് ഉണ്ടാക്കാൻ നിങ്ങൾ നോക്കുമ്പം മണിയുമായിട്ട് എന്തെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുന്ന കോഡുണ്ടോ എന്ന് നിങ്ങളൊന്ന് ആലോചിക്കത്തില്ലേ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. ഞങ്ങളങ്ങനെയാണ് ഫ്രണ്ട്സ് എല്ലാം കൂടെ ഇരുന്നിട്ടേ എന്തിനെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്ത് വെക്കും, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോഡുണ്ടോ എന്ന് നോക്കും. കോല ചില്ലി എവിടുത്തെയാണ്? അത് നമ്മുടെ ആൻസർ ഗോവയാണ്. നമുക്ക് ഈ താഴത്തെ ഇത് മൂന്നെണ്ണം നോക്കിയിട്ട് കോല ചില്ലിയിലേക്ക് വരാം. മൈൻഡോളി ഗോവയിലൊക്കെ പോകുന്നതേ നമ്മൾ ഒറ്റ മൈൻഡാ എന്ന് പറയത്തില്ലേ, ഒറ്റ മൈൻഡ് നേരെ വിടാം, ഗോവയ്ക്ക് വിടാം, ഒറ്റ മൈൻഡ്. ഇപ്പോൾ മൈൻഡോളി ഗോവ കണക്ട് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഒറ്റ മൈൻഡും കൊണ്ട് പോയാൽ എന്തായാലും വള്ളി പിടിക്കും, പ്രശ്നത്തിലെത്തും. ഹാമാവും അവസാനം, ഹാമാവും. പിന്നെ ഗോവയിലെ ഫെനി എല്ലാവർക്കും അറിയാം, ഫെനി കുടിച്ച് പിന്നെ എല്ലാ വള്ളിയും പിടിച്ച് പിന്നെ അവസാനം ഒരു കൊലയാവും, കൊലയിലോട്ട് വരെ വേണമെങ്കിൽ എത്തും. ആലോചിച്ച് കഴിഞ്ഞാൽ ഗോവ എന്നുള്ളത് നമുക്ക് ആ കഥ വെച്ചാൽ ഇത് 3, 4 നമുക്ക് വേണമെങ്കിൽ ഒരുമിച്ച് കണക്ട് ചെയ്യാൻ പറ്റും, ഒരു കഥ പോലെ. ആ കഥ 2 വട്ടം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കോല ഒറ്റയ്ക്ക് കണ്ടാലും ഗോവയാണെന്നുള്ളതിനൊരു സംശയം വരത്തില്ല. ഓക്കെ, കോല ഒരു അപകടമാണ്, തല്ല് എന്ന് വിചാരിക്കരുതെന്നേ ഉള്ളൂ. തല്ല് വന്നാൽ തെലുങ്കാനയിലോട്ട് പോകും, പക്ഷേ ഇതങ്ങനെയല്ല. അത് 2-3 വട്ടം നോക്കുമ്പോഴേ അത് കിട്ടത്തുള്ളൂ. കാന്താമൽ ഹൽദി, അത് ഒഡീഷയിലാണ്. ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ് കാന്താമൽ ഹൽദി. ആരെങ്കിലും എന്തായിരിക്കാൻ പറ്റും കാന്താമൽ ഹൽദി? ഹൽദിക്കൊക്കെ മഞ്ഞൾ പിടിച്ചുകൊണ്ട് ഇടുമ്പോൾ നമ്മൾ ഒന്ന് ആലോചിക്കാൻ പറ്റുമോ? വേറെ ഞാൻ ഉദ്ദേശിച്ച ബ്രൈഡിൻ്റെ അവരുടെ കാര്യമല്ല, ബാക്കിയുള്ളവർ ദേഹത്ത് തേക്കാനായിട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാലോ, ഒറ്റ ഓട്ടം. അങ്ങനെ അല്ലേ കേട്ടോ, നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അങ്ങനെ അല്ലെങ്കിൽ അമ്മാവന്മാർ ഓടുന്നെന്നോ ഒക്കെ ആലോചിച്ച് നോക്ക്. ചിലപ്പോൾ പിള്ളേരൊരു ഓടത്തിലായിരിക്കും. ബാക്കി ഞാൻ അങ്ങനെ ആലോചിക്കാനാണ് പറഞ്ഞത്. ഓക്കെ, ബാക്കി 2 കിട്ടും. അടുത്തത് തീരാറായി കേട്ടോ, ഇപ്പോൾ തീരും. പശ്മിന ഒബ്വിയസ്ലി അത് ജമ്മു കാശ്മീരിലാണ്. അവിടുത്തെ അറിയാമല്ലോ നിങ്ങൾക്കത്, ചെമ്മരിയാടിൻ്റെ. കാശ്മീർ സഫ്രോണും പിന്നെ ഇത് മാത്രമേ ഉള്ളൂ നോക്കി വെക്കേണ്ടത്. സൊസാനി ക്രാഫ്റ്റ്. ഇപ്പം കാശ്മീർ സഫ്രോൺ അതൊക്കെ എല്ലാവർക്കും അറിയാം. ബാക്കിയുള്ള സ്റ്റേറ്റിൻ്റെ വെസ്റ്റ് ബംഗാൾ ഡാർജിലിംഗ് വെച്ച് നമുക്ക് കിട്ടും. പിന്നെ ബംഗ്ലാർ രസഗുള അത് കിട്ടും. പിന്നെ മധുർ കത്തി വെസ്റ്റ് ബംഗാൾ. അങ്ങനെ ആലോചിക്കാം നമുക്ക്, മധുർ കത്തി.
അത് നല്ല കോഡ് കിട്ടുകയാണെങ്കിൽ പറയണേ. പിന്നെ ത്രിപുരയിൽ ക്യൂൻ പൈനാപ്പിൾ കണ്ടിട്ടുണ്ടോ? പൈനാപ്പിളിൻ്റെ ആ ഒരു മുകളിൽ ഒരു ക്യൂവിൻ്റെ ഷേപ്പ് ഇതല്ലേ, ഇങ്ങനെ ഇരിക്കുമ്പോൾ ക്യൂൻ പോലെ ഇരിക്കും. അതല്ലേ നമുക്ക് വേണ്ടത്? ത്രിപുര അല്ലേ. വീടിന് മേൽക്കൂര ഉണ്ടല്ലോ, അതേപോലെ അല്ലേ പൈനാപ്പിളിന് മേൽക്കൂര പോലെ ഉള്ളത്, ആ ഒരു ക്രൗൺ ഷേപ്പിൽ. അങ്ങനെ ആലോചിക്കുക കേട്ടോ. അപ്പോൾ ക്യൂൻ പൈനാപ്പിൾ എവിടുത്തെയാണെന്ന് വെച്ചാൽ പൈനാപ്പിളിൻ്റെ ഷേപ്പ് ആലോചിക്കുക. പൈനാപ്പിളിന് ഒരു മേൽക്കൂര ഉണ്ട് എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ പുര കിട്ടും. പുര. നേരത്തെ നമ്മളൊരു പുര വെച്ച് ത്രിപുര ഓർമ്മയുണ്ടോ? സാറില്ലെങ്കിൽ അതൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആവുന്നത് എങ്ങനെയാണ്? നമ്മൾ ബെഞ്ചിലൊക്കെ കൊട്ടുന്ന വെച്ച് കണ്ടോ. അതിപ്പോൾ ത്രിപുര കേട്ടപ്പം സാറുണ്ടാ പെട്ടെന്ന് വന്നതാണ്ട. ഇതാണ്. അതുപോലെ മിസോറാമിലെ ഇത് രണ്ടും നോക്കണം. ഇതിൻ്റെ പേര് ഞാനിപ്പോൾ പറയുന്നില്ല, നാക്കുടക്കും. നിങ്ങൾ നോക്കി വായിച്ച് മിസോറാമുമായിട്ട് മിസ്സായി പോകും എനിക്ക്. ഞാനിത് വായിച്ചു കഴിഞ്ഞാൽ എൻ്റെ നാക്ക് മിസ്സായി പോവും. മിസോറാം അങ്ങനത്തെ ഒരു പേരാണിത്. ഇത് രണ്ടും മിസ്സായി പോവും, പറയാൻ പറ്റത്തില്ല, അക്ഷരങ്ങളൊക്കെ മിസ്സായി പോവും. ഫുൽക്കാരി പഞ്ചാബ്. ഓക്കെ. പിന്നെ മേഘാലയയിലെ ഖാസിയുണ്ട്. പിന്നെ ഇത് നമ്മൾ പറഞ്ഞില്ല, മെമോങ് നാരങ്ങയാണോ? മെമോങ് മേഘാലയ. മീമി മേഘാലയ. മെമോങ് മീമി. ഓക്കെ. ക്വസ്റ്റ്യൻ ഫോർ യു. അപ്പോൾ നമ്മൾ ബാക്കിയെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ക്വസ്റ്റ്യൻ ഫോർ യു നോക്കാം. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ബഗയ്യ സിൽക്ക്. ബഗയ്യ ബാഗ് എവിടുത്തെയായിരുന്നു ബാഗ്? ഒബ്വിയസ്ലി ഓപ്ഷൻ ഡി, ജാർഖണ്ഡ്. ഓക്കെ അല്ലേ? യെസ്. PDF കംപ്ലീറ്റ് ചെയ്തു. 33 പേജുള്ള ഒരു കൊച്ചു PDF ആയിരുന്നു. പക്ഷേ നമ്മളതിൻ്റെ കുറേക്കിലും സൈഡിലത്തെ സാധനം പറഞ്ഞില്ലേ, ഞാൻ എല്ലാത്തിനും നോക്കിയില്ല, അതുകൊണ്ടാണ്. പിന്നെ GA ടാഗ് അല്ലേ, GA ടാഗ് അങ്ങനെ ആലോചിക്കാനും പറ്റത്തില്ലല്ലോ. ഓക്കെ. ഇനി നമുക്ക് ആ ഫസ്റ്റ് പേജിൽ കിട്ടുന്നുണ്ട് നോക്കാം. ബഗയ്യ സിൽക്ക് ബാഗ് വെച്ച് നമ്മൾ ജാർഖണ്ഡ് പഠിച്ചു. ബിഹു എല്ലാവർക്കും അറിയാം, ആസാമിലെ ആണെന്നുള്ളത്, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. കൂറസാധനം വന്നാൽ മധ്യപ്രദേശ് അല്ലാതെ, മദ്യമല്ലാതെ വേറെ ഏത്? ചപ്പാത്തിക്ക് എരി കൂടിക്കഴിഞ്ഞാൽ തല്ലല്ലാതെ ഏത്? ജസ്തൻ പത്തായം വന്നു കഴിഞ്ഞാൽ എലിയല്ലാതെ ഏത്? കണ്ടോ? ഇപ്പം ഇത് കണ്ടോ? ഇപ്പം ഇതിന് നമ്മൾ ആദ്യമാണ് ഈ ഒരു പേജ് വായിക്കുന്നുണ്ടെങ്കിൽ എന്തൊരു പാടാണ് ഇത്. ഏതാണ്? കൂറസാനി ഇംലി, ഇത് തന്നെ കാണാതെ പഠിക്കാനിരിക്കേണ്ടത് തന്നെ. പക്ഷെ ഇപ്പം ഇത് 4 പേര് വായിച്ചപ്പോഴേ ഉത്തരം മനസ്സിൽ വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ അല്ലേ? അപ്പോൾ ഈ PDF ഇവിടെ തീർന്നു. നാളെയല്ല, അടുത്ത ക്ലാസ്സിൽ ഉടനെ ഒരു നല്ല കണ്ടൻറ്റുമായിട്ട്, നല്ല ഒരു കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു ക്ലാസ്സുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. അത്രയേ ഉള്ളൂ. ബാക്കി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ദാറ്റ്സ് ഓൾ. താങ്ക് യു.